നടൻ ടിനി ടോമിനെതിരായ പരാതിയിൽ കടവന്ത്ര പോലീസിൽ മൊഴി നൽകിയ നടി അൻസിബ ഹസൻ കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് അൻസിബ. ടിനി ടോം സൈബർ അധിക്ഷേപവും വർഗീയ പരാമർശങ്ങളും നടത്തിയെന്നും കുടുംബത്തെ അടക്കം അധിക്ഷേപിച്ചെന്നുമാണ് അൻസിബ പരാതിയിൽ പറയുന്നത്. മതതീവ്രവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമം നടത്തി ജിഹാദി എന്ന് വിളിച്ചു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻസിബ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസിനാണ് അൻസിബ ആദ്യം പരാതി നൽകിയിരുന്നത്. എന്നാൽ സംഭവം നടന്ന സ്ഥലം കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ തുടർ നടപടികൾക്കായി കടവന്ത്ര പോലീസിന് കൈമാറുകയായിരുന്നു. പരാതി അപകീർത്തിപ്പെടുത്തലിന്റെ പരിധിയിലാണ് വരികയെന്ന് പോലീസ് പറഞ്ഞെന്നും കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും അൻസിബ പ്രതികരിച്ചു. എന്തായാലും ഞാനിത് വിഡ്രോ ചെയ്യൊന്നുമില്ല. ഇത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ കോടതിയിൽ ഉറപ്പായിട്ടും പോവും. ഞാൻ നിയമ പോരാട്ടത്തിലൂടെ തന്നെ ഞാൻ ജയിക്കും എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ശ്രീ ടിനി ടോമിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായേക്കാം. ഒരുപാട് രാഷ്ട്രീയക്കാരുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളായിരിക്കാം. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ കേരള ഗവൺമെന്റ് എന്റെ കൂടെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അൻസിബയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആരോപണ വിധേയനായ നടൻ ടിനി ടോമിന്റെ മൊഴിയും രേഖപ്പെടുത്തും. ഇരുവരുടെയും മൊഴികൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതുൾപ്പെടെയുള്ള അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുക. ഫെബ്രുവരി 14 നടന്ന അമ്മയുടെ കുടുംബസംഗമത്തിന്റെ സ്പോൺസർഷിപ്പ് സംബന്ധിച്ച് ഉടലെടുത്ത ആഭ്യന്തര തർക്കമാണ് ചേരിതിരിഞ്ഞുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കും നിയമ നടപടികൾക്കും വഴിവെച്ചിരിക്കുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.